ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ എസ്എഫ്ഐ നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുമെന്ന് എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് അറിയിച്ചു. പി.സി. മോഹനൻ കുന്നുമലും സിസി തോമസും ജോലി ചെയ്യുന്നത് ആർഎസ്എസിന് വേണ്ടിയാണ്. എസ്എഫ്ഐ ഉയർത്തിയ മുദ്രാവാക്യത്തെ ചില മാധ്യമങ്ങൾ വക്രീകരിക്കുന്നുവെന്നും ശിവപ്രസാദ് ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു വർഗീയ ശക്തിക്കും അടിയറവ് പറയാതെ അതിശക്തമായി തന്നെ നിലനിൽക്കുന്നതിനാവശ്യമായ ഇടപെടലും ക്രിയാത്മകമായ സമരവും ഞങ്ങൾ നടത്തും. ക്വാളിഫൈ ഇല്ലാത്ത, യോഗ്യതയില്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത ഒരു വൈസ് ചാൻസലറെയും നിയമിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത്തരം എല്ലാ വൈസ് ചാൻസലർമാരെയും തടയുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ക്വാളിറ്റി ഇല്ലാത്ത ഏത് വി സി ആണെങ്കിലും തുടരാൻ അവർക്ക് യാതൊരു അവകാശവുമില്ല. ആ നിലയിൽ അതിശക്തമായ സമരം ഞങ്ങൾ സ്വീകരിക്കും. വി സി സ്വയം മനസ്സിലാക്കേണ്ടത്, വി സിക്ക് ആ കേരള സർവകലാശാല വി സി ആണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അദ്ദേഹത്തിന് കേരള സർവകലാശാലയുടെ വി സി ആയിരിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത മനുഷ്യനാണ്. അതിങ്ങനെ റേഡിയോളജി ഡിഗ്രി മാത്രമുള്ള കയറിയിരിക്കുമ്പോൾ നിങ്ങളാണ് ചോദിക്കേണ്ടത്, അല്ലയോ മനുഷ്യ, നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ എന്താണ് യോഗ്യത എന്ന്. ഇത് നിങ്ങളുടെ കസേരയല്ല, നിങ്ങൾ ഇറങ്ങിപ്പോകൂ എന്ന് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ കൂടിയാണ്. അത് ഞങ്ങൾ പറയും, തീർച്ചയായും പറയും. വി സിയെ തടയുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്തും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ചെരികട്. സുലേഖ, ശിവപ്രസാദ് ചോദിച്ച ചില ചോദ്യങ്ങൾ മാധ്യമങ്ങളോട് കൂടിയാണ്. യോഗ്യതയില്ലാത്ത ഒരാൾ എന്തിന് ആ സ്ഥാനത്തിരിക്കുന്നു, വി സി ആ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ള ചോദ്യം മാധ്യമങ്ങളാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഒപ്പം തന്നെ എടുത്ത് പറഞ്ഞതാണ്, ശിവപ്രസാദ് ചൂണ്ടിക്കാട്ടിയതാണ്, എസ്എഫ്ഐ ഉയർത്തിയ മുദ്രാവാക്യം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഗവർണറുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന വി സിമാർ അവർ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഭാഗമായി നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് തുടർ പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ശിവപ്രസാദ് പറഞ്ഞ കാര്യങ്ങൾ? സിജു, എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക്, പ്രക്ഷോഭങ്ങളിലേക്ക് എസ്എഫ്ഐ കടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിലും മറ്റ് 3 സർവകലാശാലയിലും കേരളത്തിലെയും മറ്റ് 4 സർവകലാശാലകളിലും നടന്ന എസ്എഫ്ഐ മാർച്ചിൽ 30 വിദ്യാർത്ഥികളായിട്ടുള്ള എസ്എഫ്ഐ പ്രവർത്തകരെയാണ് പോലീസ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചാണ് നാളെ സംസ്ഥാന വ്യാപകമായി എസ്എഫ്ഐ ഇത്തരത്തിൽ പഠിപ്പ് മുടക്ക് സമരം നടത്തുന്നത്. ഈ പഠിപ്പ് മുടക്ക് സമരത്തിന്റെ ഭാഗമായി തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുമെന്നുള്ളൊരു കാര്യം കൂടി സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന, മതനിരപേക്ഷ നിലപാടിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും എതിർത്ത് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് എസ്എഫ്ഐ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ഭാഗമായി നാളെ സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്ക് സമരം നടക്കും. അതിനൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള മാർച്ച് എസ്എഫ്ഐ നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യം, വി ഡി സതീശൻ ഇത്തരത്തിൽ എസ്എഫ്ഐ നടത്തിയ ഈ സമരത്തിനെ ഇത്തരത്തിൽ സർക്കാർ സ്പോൺസേഡ് സമരമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന വന്നിരുന്നു. അത് തികച്ചും അപലപനീയമാണ് എന്ന് തന്നെയാണ് എം ശിവപ്രസാദ് വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിലപാട് പോലും ആർഎസ്എസിനെതിരെ സ്വീകരിക്കാൻ വി ഡി സതീശൻ തയ്യാറാകാത്തത് എന്നുള്ള ചോദ്യമാണ് എം ശിവപ്രസാദ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരാഞ്ഞത്. അത്തരത്തിൽ ഈ നേരത്തെ പുറത്തുവിട്ട ആർഎസ്എസ് പരിപാടിയിൽ ഭാരതാംബ ചിത്രത്തിന് വിളക്ക് കൊളുത്തി നമസ്കാരം ചെയ്യുന്ന ആ ചിത്രത്തിന് പുറമെ മറ്റേതെങ്കിലും തരത്തിലുള്ള ചിത്രങ്ങൾ ഇനി പുറത്തു വരാനുണ്ടോ? അതുകൊണ്ട് തന്നെ ആർഎസ്എസിനെ ഭയക്കുന്നൊരു സമീപനമാണ് വി ഡി സതീശൻ സ്വീകരിക്കുന്നത്. ഈ സമരം നടത്താൻ തയ്യാറായ KSUക്കാരെ പോലും തടഞ്ഞു വെക്കുന്ന, ഭീഷണിപ്പെടുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമീപനമാണ് വി ഡി സതീശന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതാണ് എം ശിവപ്രസാദ് ഇന്ന് പറഞ്ഞത്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐ കേരള സർവകലാശാലയിൽ സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ആക്ടിംഗ് വി സി ആയിട്ടുള്ള സിസ തോമസിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അതിൽ പറഞ്ഞത് സിസ തോമസിന് ഇത്തരത്തിൽ ജോലി തടസ്സമുണ്ടാക്കി എന്നുള്ള കാര്യമാണ്. ഇതിൽ ഈ ഒരു പ്രസ്താവനയ്ക്ക് ശിവപ്രസാദ് പറഞ്ഞത്, അല്ലെങ്കിൽ എസ്എഫ്ഐ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത്, എന്താണ് ഈ കേരള സർവകലാശാലയിൽ സിസ തോമസും അതിനൊപ്പം തന്നെ വി സി ആയിട്ടുള്ള അവധിയിൽ പോയ വി.സി. മോഹനൻ കുന്നുമലും എന്താണ് ഇത്തരത്തിൽ കേരള സർവകലാശാലയിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? വിദ്യാർത്ഥികളുടെ നിരവധിയായ ഫയലുകൾ ഇപ്പോഴും വി സിയുടെ മേശപ്പുറത്തുണ്ട്. അതിലൊന്നും തന്നെ ഇടപെടാത്തൊരു സാഹചര്യം. ആർഎസ്എസ് നയിക്കുന്ന, ചാൻസലർ നയിക്കുന്ന, നേരത്തെ സിജു സൂചിപ്പിച്ചത് പോലെ തന്നെ ചാൻസലറുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർമാരാണ് സർവകലാശാലയിലുള്ളത്. ഇത്തരത്തിൽ യോഗ്യതയില്ലാത്ത വൈസ് ചാൻസലർമാർ വന്നാൽ അവരെ തടയുമെന്നുള്ള സമീപനം തന്നെയാണ് എം ശിവപ്രസാദ് എസ്എഫ്ഐ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. സിജു.
ശരി, സുലേഖയാണ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്നാണ് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് അറിയിച്ചത്. ഇതിന്റെ ഭാഗമായി നാളെ സംസ്ഥാന വ്യാപകമായി SFI പഠിപ്പ് മുടക്കും.